മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. മുക്കൂറ്റി ശ്രീലക്ഷ്മി ഉണ്ടെന്നാണ് സങ്കല്പം. കർക്കിടക മാസത്തിൽ ശീവോരിക്ക് വയ്ക്കാന്ന് പറയും. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് കളയുന്ന പരിപാടിയുണ്ട്. ചേട്ടെ പുറത്താക്കുക എന്ന പണ്ട് പറയാം. ഭഗവതിയും മക്കളും അകത്തെന്ന് പറഞ്ഞ് വാതിൽ മുട്ടി കയറി ചടങ്ങുണ്ടായിരുന്നു. അപ്പം മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദക്ഷിണായനം തുടങ്ങുകയാണ്. ഉത്തരായനത്തിൽ ദേവന്മാരൊക്കെ പ്രസരിപ്പുണ്ട്. മകരം 1-ാം തീയതി തുടങ്ങി മിഥുനം 32 ഒരു ഉത്തരായനം. ദൈവികത ഉണ്ടാവാനായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനെ 1-ാം തീയതി തുടങ്ങി ശിവോരിക്ക് വയ്ക്കാൻ തുടങ്ങി. പിന്നെ ദേവി മഹാത്മ്യം ഗ്രന്ഥങ്ങൾ, കൺമഷി, ദേവിക്ക് തൊടാൻ കൺമഷി, ചാന്ത്, കുങ്കുമം, മഞ്ഞൾ ഇതൊക്കെ വയ്ക്കും. വായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. വീടുകളിൽ ആളുകൾ ഒന്നിച്ചിരുന്നു രാമായണം വായിക്കും. പിന്നെ നമുക്ക് സമ്പൽ സമൃദ്ധിയുടെ മാസങ്ങളാണ്. ചിങ്ങം വിളവെടുപ്പും, ഓണം വരുന്നു. കർക്കിടക മാസത്തിൽ തിരുവോണത്തിന് ഒരു പിള്ളേരോണം എന്നാണ് പണ്ട് പറയുക. പൗർണമി, വ്യാസ പൂർണിമ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് കർക്കിടക മാസം. അങ്ങനെ കർക്കിടക മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. നമസ്കാരം. കർക്കിടക മാസമൊക്കെ എല്ലാരും ഹെൽത്ത് ഒക്കെ നോക്കുന്ന സമയമാണ്. ഈ കർക്കിടക മാസത്തിലാണ് ഞാൻ ഈ മുക്കുറ്റി ചാലിച്ച് നെറ്റിയിൽ തൊടുന്നത് കണ്ടിട്ടുള്ളത്. വേറെ ഒരു മാസത്തിലും ആരും അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ്? നമസ്കാരം. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. മുക്കൂറ്റി എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. ദേവിക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് മുക്കൂറ്റി. മുക്കൂറ്റി ശ്രീലക്ഷ്മി ഉണ്ടെന്നാണ് സങ്കല്പം. ആ മുക്കൂറ്റി എടുത്ത് സമൂലം കഴുകി വൃത്തിയാക്കി നമ്മൾ അരച്ചോ ചാലിച്ചോ ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ വച്ചേക്കും. അതായത് കർക്കിടക മാസത്തിൽ ശീവോരിക്ക് വയ്ക്കാമെന്ന് പറയും. മിഥുനമാസം 31-ാം തീയതി, മിഥുനമാസം 32 32-ാം തീയതി നമ്മൾ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും ആക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് കളയുന്ന പരിപാടിയുണ്ട്. ചേട്ടെ പുറത്താക്കുക എന്ന പണ്ട് പറയാം. ഇപ്പം അത് ചേട്ടയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ചേട്ടെ പുറത്താക്കുക ഈ ഇതെല്ലാം കൊണ്ട് കളഞ്ഞ് കുളിച്ച് ശുദ്ധമായിട്ട് മഞ്ഞളും കൊണ്ട് വരുന്ന ചടങ്ങുണ്ട് പണ്ട്. ഇപ്പം അതില്ലേ, മഞ്ഞൾ ചെടി പറിച്ചുകൊണ്ട് വരും. ഇപ്പം അതില്ലെങ്കിൽ എവിടെയും പറിച്ചുകൊണ്ട് വയ്ക്കും. എന്നിട്ട് അതും കൊണ്ട് കയറി വന്ന് വാതിൽ മുട്ടി ചേട്ടാഭഗവതി പുറത്ത്, ശ്രീ ഭഗവതിയും മക്കളും അകത്തെന്ന് പറഞ്ഞ് വാതിൽ മുട്ടി കയറി ചടങ്ങുണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് പണ്ടെന്ന് പറയുമ്പോൾ മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു, കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കൃഷിയുള്ള കാലങ്ങളാണ്. അപ്പോൾ ഈ മിഥുന മാസം കർക്കിടക മാസത്തിൽ മഴയാകുമ്പോൾ ആർക്കും ജോലിക്കാൻ പറ്റില്ല. ഇന്നെന്ന് IT ഫീൽഡും ഗവൺമെൻറ് ജോലിയൊക്കെയുള്ളവർക്ക് പ്രശ്നമല്ല. പക്ഷേ ആ ചടങ്ങ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ദക്ഷിണായനം തുടങ്ങുകയാണ്. ഉത്തരായനം കഴിഞ്ഞു, ദക്ഷിണായനം തുടങ്ങുകയാണ്. ഉത്തരായനത്തിൽ ദേവന്മാരൊക്കെ പ്രസരിപ്പുണ്ട്. നമുക്ക് പകൽ പോലെയാണ്, നമുക്ക് രാത്രി പോലെയാണ് അവർക്ക് ദക്ഷിണായനം. നമുക്കൊരു ദിവസത്തെ പകലും ഒരു ദിവസത്തെ രാത്രി പോലെയാണ് അവർക്ക് ഒരു വർഷം. ഒരു വർഷം. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു മാസം നമ്മൾ കണക്കാക്കും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ മകരം 1-ാം തീയതി തുടങ്ങി മിഥുനം 32 ഒരു ഉത്തരായനം. കർക്കിടകം 1 തുടങ്ങി മകരം 1 വരെ, അതായത് ധനു 30 വരെ ദക്ഷിണായനം. ഭീഷ്മാചാര്യർ ഉത്തരായനം വന്നിട്ട് മരിക്കാൻ വേണ്ടി ശരശയ്യയിൽ കിടന്നു. ഉത്തരായനത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100 ഇരട്ടി ഫല. ദേവന്മാരൊക്കെ ആക്റ്റീവാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണായനം വരികയാണ്. അപ്പോൾ ദക്ഷിണായനത്തിൽ വരുന്ന കാലങ്ങൾ നമുക്ക് ദോഷമില്ലാതിരിക്കാനും ദൈവികത ഉണ്ടാവാനായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ നാമജപങ്ങൾ നല്ലതാണ് കർക്കിടക മാസത്തിൽ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനെ 1-ാം തീയതി തുടങ്ങി ശിവോരിക്ക് വയ്ക്കാമെന്ന് പറയും. ദശപുഷ്പങ്ങൾ, ദേവിയുടെ രൂപം, ദേവി മാഹാത്മ്യം, വാൽക്കണ്ണാടി, പുതിയ വസ്ത്രങ്ങൾ, കൺമഷി, ചാന്ത്, കുങ്കുമം, മഞ്ഞൾ ഇതൊക്കെ നമ്മൾ വയ്ക്കും. ശിവോരിക്ക് വയ്ക്കാമെന്ന് പറയും. എന്ന് പറയും. ശിവോരിക്ക് വയ്ക്കാമെന്ന് പറയും. പൂജാമുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെവിടെ വിളക്കത്തിക്കുന്നത് അവിടെ വയ്ക്കും. ഒരു പീഠമൊക്കെ ഉണ്ടാക്കി വൃത്തിയായിട്ട് അതിന് പട്ടൊക്കെ വിരിച്ച് ആ പട്ടിൻ്റെ മുകളിൽ തട്ടം വെച്ച് ഈ ദശപുഷ്പങ്ങൾ ഇപ്പോൾ എല്ലാം കിട്ടാനൊന്നുമില്ല, ഈ 10 പുഷ്പങ്ങളും വെച്ച് ഒരു വാൽക്കണ്ണാടി വെച്ച്, പിന്നെ ദേവി മഹാത്മ്യം ഗ്രന്ഥങ്ങൾ, കൺമഷി, ദേവിക്ക് തൊടാൻ കൺമഷി, ചാന്ത്, കുങ്കുമം, മഞ്ഞൾ ഇതൊക്കെ വയ്ക്കും. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ലക്ഷ്മിയാണ്, പ്രത്യേകതയുണ്ട്. അതൊക്കെ വച്ചിട്ട് നമ്മൾ അന്നത്തെ ആ കർക്കിടക മാസത്തിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കും. അത്ര നിർബന്ധമുള്ളവർ 7 ദിവസങ്ങൾ ഉപേക്ഷിക്കണം. രാവിലെ കുളിച്ച് ശുദ്ധമായി ഒന്ന് വിളക്കൊക്കെ കത്തിച്ച് ദേവി മഹാത്മ്യം വായിക്കുന്നു. അതിന് വേറൊരു പുസ്തകമുണ്ട്, കിളിപ്പാട്ടൊക്കെ.
അത് ഓരോ ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പറഞ്ഞ എഴുതിയൊരു പുസ്തകമൊക്കെ ഉണ്ട്. ഞായറാഴ്ച ഒരു അധ്യായം, തിങ്കളാഴ്ച 2 അധ്യായം, ചൊവ്വാഴ്ച 1 അധ്യായം, ബുധനാഴ്ച 4 അധ്യായം, വ്യാഴാഴ്ച 2 അധ്യായം, വെള്ളിയാഴ്ച 1 അധ്യായം, ശനിയാഴ്ച അങ്ങനെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. പിന്നെ മറ്റേ ദേവി മഹാത്മ്യം വായിക്കാം സാധാരണ. ഇത് ഒരു പ്രത്യേക പുസ്തകമാണത്. ഇത് നമ്മൾ ദിവസവും രാവിലെ ഓരോ ദിവസം വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സ്ത്രീകളാണ് വായിക്കുക. ജോലിക്ക് പോകാത്ത സ്ത്രീകൾക്കാണ് കൂടുതൽ. ജോലിക്ക് പോകുന്നത് നേരത്തെ എഴുതി ചെയ്യണം. ഞാനൊക്കെ ജോലിക്ക് വെളുപ്പിഴി ചൊല്ലുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ രാമായണം വായിക്കും. രാമൻ ജനിച്ച മാസമല്ല, പക്ഷെ രാമൻ്റെ ഒരു മാസം എന്ന് പറയുമ്പോൾ കർക്കിടക രാശിയിലാണ് രാമൻ ജനിച്ചത്. കർക്കിടക രാശി പുണർന്ന നക്ഷത്രത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ രാമായണ മാസമായി. രാമായണം വായിക്കുക. അമ്പലങ്ങളിലും വീടുകളിലൊക്കെ രാമായണം വായിക്കുക. വീടുകളിലെ ആളുകൾ ഒന്നിച്ചിരുന്നു രാമായണം വായിക്കുക. അങ്ങനെ ഒരു കഥയുണ്ട്. രാമായണം വായിക്കുമ്പോൾ രാമായണത്തിൽ ടോട്ടൽ നമ്പേഴ്സ് എടുക്കുക. എത്ര പേജ് നോക്കും. പീരീഡ്സുള്ള സ്ത്രീകളാണ് 21 ദിവസം ഒരു 7 ദിവസം കുറയ്ക്കും. ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം ഇത്ര അത് വായിക്കാം. തീരണ്ടേ? അല്ലെങ്കിൽ തീരില്ലല്ലോ. ഇപ്പം ഇത്ര കണക്കുണ്ട്. ഇപ്പോഴത്തെ പുതിയ പുസ്തകങ്ങളിൽ ഇന്ന ദിവസം എന്നൊക്കെ ഉണ്ട്. 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ ഉണ്ട്. പഴയ കാലത്തെ പുസ്തകങ്ങളിൽ അതില്ല. ഇപ്പോഴത്തെ പുതിയ പുസ്തകത്തിൽ ഓരോ ദിവസത്തെ 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം ഉണ്ട്. അപ്പോൾ 31 വരെ ഉണ്ടാവും കർക്കിടകം. 31-ാം തീയതി നമുക്ക് തീരണത്. തീർന്നിട്ട് 1-ാം തീയതി ചിങ്ങമാസം വരികയാണ്. 1-ാം തീയതി രാവിലെ ഭഗവാൻ അഭിഷേകം ചെയ്യും. ശ്രീരാമന് അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അഭിഷേകം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ മലരെ ശർക്കരയൊക്കെ കൊണ്ടുവച്ച് പൂജിച്ച് രാമായണം പട്ടാഭിഷേകം വായിക്കും. അതോടുകൂടി ആ കർക്കിടക മാസത്തിലെ ചടങ്ങുകൾ തുടങ്ങും. പിന്നെ നമുക്ക് സമ്പൽ സമൃദ്ധിയുടെ മാസങ്ങളാണ്. ചിങ്ങം വിളവെടുപ്പും, ഓണം വരുന്നു, അഷ്ടമിയിലോടി വരുന്നു, വിനായക ചതുർത്ഥി വരുന്നു. എന്തൊക്കെ വിശേഷങ്ങളാണ്. പുതുവസ്ത്രം കിട്ടും. അന്നത്തെ പഴയ കാലത്തൊക്കെ ഇപ്പോഴത്തെ വരെ ഒന്നും മേടിക്കില്ല. ഇപ്പം അടുത്ത വീട്ടിൽ കല്യാണമാണ് ഡ്രസ്സ് മേടിക്കും. പക്ഷെ അന്ന് അതില്ല. ഓണം, വിഷു, പിറന്നാൾ ഈ 3 കാര്യങ്ങളിൽ എനിക്കൊക്കെ അങ്ങനെയായിരുന്നു ഡ്രസ്സ് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് പുതുവസ്ത്രം കിട്ടും. പലരിടത്തു നിന്നും കിട്ടും. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠന്മാർ ആരൊക്കെയും കിട്ടും. അപ്പോൾ സന്തോഷമല്ലേ എല്ലാവർക്കും. പുതിയ വസ്ത്രം ഇടാൻ സന്തോഷമുള്ള ദിവസമല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കർക്കിടക മാസത്തിലൊരു ഓണം വരുന്നുണ്ട്. അത് പിള്ളേരോണം എന്നാണ് പറയുക. കൊച്ചു കുട്ടികൾക്ക് ഓണം, അത് ഭക്ഷണമൊക്കെ കൊടുക്കും. നമ്മൾ കൊച്ചു അനാഥാലയത്തൊക്കെ കൊടുത്താൽ നല്ലതാണ്. തിരുവോണം വരുമ്പോൾ കർക്കിടക മാസത്തെ തിരുവോണത്തിന് ഒരു പിള്ളേരോണം എന്നാണ് പണ്ട് പറയുക. അപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങനെ സന്തോഷമായിട്ട് ഒക്കെ വാങ്ങിച്ചൊക്കെ കൊടുക്കും. പിന്നെ കർക്കിടക മാസത്തിൽ ഒരുപാട് പൗർണമി, പൂർണിമ അത് ഗുരുപൂർണ്ണിമ, വ്യാസപൂർണിമ എന്ന് പറയും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് കർക്കിടക മാസം. ഏകാദശി 2 വരുന്നത്, കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ഇതൊക്കെ വ്രതം എടുത്താൽ വളരെ നല്ലതാണ്. അങ്ങനെ കർക്കിടക മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ നമ്മൾ ആചരിക്കും. ആ ദിവസങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ചിങ്ങം വരുമ്പോഴേക്കും നമുക്ക് സമ്പൽ സമൃദ്ധി വരും. കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കർക്കിടക മാസമാണ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ രാവിലെ എഴുന്നേൽക്കുക. ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കണം എന്നാണ് പറയുക. ഉദയം 6:10 കണ്ട. പക്ഷെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഇതൊക്കെ ചെയ്താൽ പിന്നെ ദശപുഷ്പം ചൂടും. തലേ ദിവസം വെച്ച പുഷ്പങ്ങളെടുത്ത് എല്ലാവരും ചൂടും. ലേഡീസ് 10 പുഷ്പങ്ങളുണ്ട്. 10 പുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ കറുക, കുറ്റി, ഇരുതാളി, ഉഴിഞ്ഞ, ചെറുള, കൃഷ്ണക്രാന്തി, കയ്യുണ്ണി, നിലപ്പന, വാങ്കൂർഞ്ഞില, ചുക്രാന്തി, ഇത്രേ ഉള്ളൂ. ഈ 10 സാധനങ്ങൾ. 10 കിട്ടൂലേ ഇപ്പോൾ 10 കിട്ടാനില്ല. അപ്പം നമുക്ക് കറുക കിട്ടും, മുക്കൂറ്റി കിട്ടും, പിന്നെ വെള്ളിയൊന്നും കിട്ടാനില്ല. അപ്പോൾ നിലപ്പന ചില അമ്പലങ്ങളുണ്ടാവും. ആ കിട്ടുന്ന സാധനങ്ങൾ വയ്ക്കും. തുളസിയും വയ്ക്കും. തുളസി എല്ലാത്തിനും പ്രധാനമാണല്ലോ. കിട്ടുന്നത് അല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്ത് ഇതെല്ലാവരും ചൂടും. മുക്കൂറ്റി എന്തായാലും ചൂടും എല്ലാവരും. മുക്കൂറ്റി ചൂടിയാൽ തടസ്സങ്ങൾ വന്നു. ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഇപ്പം ജോലി തടസ്സങ്ങൾ, വിദേശത്ത് പോകാൻ എല്ലാം റെഡിയായി. തടസ്സം വന്നെങ്കിൽ മുക്കൂറ്റിയും കറിയും കൊണ്ട് കാര്യസാധ്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കും 12 ദിവസം ഗണപതിക്ക്. അപ്പോൾ കാര്യം നടക്കും. അവസാനത്തെ ദിവസം അപ്പം നേദിക്കും. അതിപ്പോൾ എന്തൊരു പൂജ ചെയ്താലും അവസാനം എന്തെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യണം. ഭക്ഷണപ്രിയനാണ് ഗണപതി. പിന്നെ ചതുർത്ഥി വരുന്നുണ്ട്. ആ ചതുർത്ഥിക്കൊക്കെ നമ്മൾ പ്രാധാന്യം. സങ്കടഹര ചതുർത്ഥി ഉണ്ട്. പിന്നെ ഒരു ചതുർത്ഥിയും കൂടി ഉണ്ട്. ഈ ചതുർത്ഥിക്കൊക്കെ നമ്മൾ വീട്ടിൽ പൂജകളൊക്കെ ചെയ്ത് നമ്മൾ ഭഗവാനെ പ്രസാദിപ്പിക്കും. പിന്നെ അതേപോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ളൊരു മാസമാണ് കർക്കിടക മാസം. അതിന് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവാക്കഞ്ഞി, കർക്കിടക കഞ്ഞി കിറ്റ് കിട്ടുമ്പോൾ അപ്പോൾ അതൊക്കെ ഉണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഈ പച്ചിലകളൊക്കെ പറിച്ച് പിഴിഞ്ഞാണ് ഉണ്ടാക്കണം. ഇപ്പം അതെല്ലാം കിട്ടും റെഡിമെയ്ഡ്. പത്തിലത്തോരൻ കഴിക്കാം. അതിൽ മുരിങ്ങ കഴിച്ചുകൂടാ. മുരിങ്ങയ്ക്ക് വിഷമുണ്ട്. കർക്കിടക മാസത്തിലെ
കഴിക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചൊറിയണമൊക്കെ കഴിക്കും, വെളുത്തി ചൊറിയണം, അത് കൈ തൊടാതെ പറിച്ച് പക്ഷെ ഈ സമയത്താണ് അതിന് ചൊറിയുടെ ആ ഒരു ഇതില്ല. ഉണ്ടാവില്ല. കഴിക്കാൻ പറ്റുന്ന ഒരു സമയം ഇതാണ്. ചൊറിയൊക്കെ ചെയ്യും. പിന്നെ അത് കൈ തൊടാതെ നമ്മൾ അമ്മ മുട്ടാതെ കട പറിച്ചിട്ട് അരിഞ്ഞ് കറി വെച്ചാൽ ചൊറിയില്ല. ഓ അങ്ങനെയാണല്ലേ. പിന്നെ ഈ താള് തകരൊക്കെ കഴിച്ചത് നല്ലതാണ്. താളില്ലേ ഈ ഇതിൻ്റെ താള്, ചേമ്പക്കിൻ്റെ താള്, അതും ചൊറിയില്ല ആ സമയത്ത്. താള് തകര പിന്നെ ചേനയുടെ തണ്ട് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതല്ലേ. അമ്മ അങ്ങനെ കഴിക്കാറുണ്ടോ? പണ്ടൊക്കെ കഴിക്കാറുണ്ട്, ഇപ്പം കിട്ടാനില്ല അതൊന്നും, കാട്ടുചേനയൊന്നും ഇല്ല. പിന്നെ കർക്കിടക കിറ്റാണെങ്കിൽ കർക്കിടക്കഞ്ഞി കഴിക്കാറുണ്ട്, കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ മറ്റേ ഇതൊന്നും തകരയൊന്നും കിട്ടാനില്ല. പണ്ട് ഞങ്ങൾ തലശ്ശേരി താമസിക്കുമ്പോൾ ഇഷ്ടംപോലെ തകര കിട്ടുമായിരുന്നു. ആ തകര നല്ലതാ, തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടുണ്ടാക്കി ടേസ്റ്റായിരുന്നു. പിന്നെ കൊടപ്പൻ പിണ്ടി അതെപ്പോഴും കിട്ടുന്നതല്ലേ, അത് പയറൊക്കെ ഇട്ട് കഴിച്ച് അതൊക്കെ നല്ല വിശേഷമാണ്. അതൊക്കെ അതായത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല ദഹനക്കേട് വരരുതെന്നാണ് പറയണത്. ദഹനക്കേട് വന്നാൽ ബുദ്ധിമുട്ടാണ് കർക്കിടക മാസമല്ലേ. പിന്നെ കർക്കിടക മാസത്തിൽ എന്ത് ചികിത്സ ചെയ്താലും അത് ആവർത്തിക്കേണ്ടി വരുന്നതാണ് പറയണത്. അപ്പോൾ കർക്കിടക മാസത്തിൽ വീഴാതെയൊക്കെ നോക്കണം. വീഴാൻ സാധ്യതയുണ്ട് ബാത്റൂമിലൊക്കെ പോയി. പിന്നെ കുഴമ്പൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുഴമ്പൊക്കെ തേച്ച് കുളിക്കുമല്ലോ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് കുഴമ്പ് തേച്ച് കുളിക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂമിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം. പിന്നെ ആരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഓരോ പ്രത്യേക മരുന്നുകളൊക്കെ കഴിക്കാം. എന്ത് കഴിച്ചാലും അടുത്ത കൊല്ലവും അത് ആവർത്തിക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കർക്കിടകത്തിൽ എന്ത് സ്റ്റാർട്ട് ചെയ്താലും പിന്നെ ഗൃഹപ്രവേശം, വീട് വാങ്ങല്, കല്യാണം ഇതൊന്നും നടത്തില്ല കർക്കിടകത്തിൽ. ചോറൂണ് പിന്നെ നിർത്തിയിട്ട് 5 മാസം കഴിഞ്ഞൊക്കെ ചോറ് കൊടുക്കാണ്ട് പറ്റില്ല. പക്ഷെ കർക്കിടകത്തെ മാസത്തിൽ എൻഗേജ്മെന്റ്, കല്യാണം ഒന്നും ചെയ്യാൻ പാടില്ല കർക്കിടക മാസത്തിൽ. ദൈവമാർ ഉറങ്ങല്ലേ, അവർക്ക് രാത്രിയല്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ വിശേഷപ്പെട്ട പുതിയതായിട്ട് കട ആരംഭിക്കുക അതൊന്നും ചെയ്യില്ല. അതിനൊക്കെ ഒരു കൂട്ടി വെച്ചിട്ട് ചിങ്ങം വരാൻ വേണ്ടി കാത്തുക്കും. ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശം, പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഏത് നാളുകളൊക്കെ കൂടുതൽ നല്ലത്? ഏത് നക്ഷത്രക്കാർക്കായിരിക്കും കൂടുതൽ? കർക്കിടക മാസത്തിലാണ് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. കർക്കിടക മാസത്തിൽ കർത്തവാവിന് ബലിയിടും, മരിച്ചവർക്ക് വേണ്ടിയിട്ട് ബലിയിടാൻ നല്ലതാണ്. കർക്കിടക മാസത്തിലെ കർത്തവാവിന് ചില സമ്പ്രദായങ്ങളിലൊക്കെ വീതി വയ്ക്കാന്നൊക്കെ പറയും. അവർക്ക് ഈ മരിച്ചുപോയവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക, അത് അവർ കഴിച്ചിരുന്നതനുസരിച്ച്. മദ്യം കഴിക്കുന്നവർക്ക് മദ്യം ഭക്ഷണം ഉണ്ടാക്കും, നോൺ കഴിക്കാത്തവർക്ക് ബ്രാഹ്മണ രീതിയിൽ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ സമ്പ്രദായമുണ്ട്. ഞാൻ അടയുണ്ടാക്കിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നോൺ കഴിക്കാത്ത കാരണവന്മാരായിരുന്നു. ഈ ബ്രാഹ്മിൻസിൻ്റെ ഈ ക്ഷത്രിയരിൽപ്പെട്ടതല്ലേ. അത് കാരണം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയുണ്ടാക്കി ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടാവും ആ സമയത്തേക്ക്. അടയുണ്ടാക്കി നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം അതും ചെയ്യാറില്ല, അപ്പോൾ സമയമില്ല അതൊന്നും. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഓണത്തിന് വിഷുവിന് മാത്രമേ അവർക്ക് കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ സമ്പ്രദായത്തിൽ, അതായത് പിതൃക്കൾക്കും തൃപ്തിയുള്ളൊരു മാസമാണ് കർക്കിടക മാസം. പിതൃപ്രീതി വന്ന എല്ലായി, പിതൃക്കളെ അനുഗ്രഹിച്ച് നമുക്ക് എല്ലായി. ഈ ദിവസം നോക്കുന്നതൊക്കെ നിത്യബലിയിടും. കാരണം അവർക്ക് ഈ ദോഷം, കാരണം ഗ്രഹങ്ങളെ പിടിച്ചല്ലേ പറയണത്. അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി, രാഹു അങ്ങോട്ട് പോയി, അതൊക്കെ അതിന് ദോഷം കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ നിത്യബലിയിട്ട നല്ലതാണ്. പിന്നില്ലേ ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയാം. രാഹുവിനെ പിടിച്ച് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഗ്രഹങ്ങൾക്ക് അത് ഒത്തിനാവില്ലേ. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനായിട്ട് നിത്യബലിയിടും. നിത്യബലി എന്ന് പറഞ്ഞാൽ അതൊരു സമ്പ്രദായമാണ്. ഈ എള്ളൊക്കെ വെച്ചിട്ടൊരു ചെറിയ സമ്പ്രദായം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ബാധിക്കില്ല. അതൊന്നും പിതൃപ്രീതി ഉണ്ടെങ്കിൽ കുലദേവതയും പിതൃക്കളും വിധിച്ച പിന്നെ ഒന്നും വേണ്ട. കുലദേവത ഉണ്ടാവും നമ്മുടെ വീട്ടിൽ. ഇപ്പം അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും നമുക്ക് സന്തോഷമല്ലേ. കുലദേവതയും പിതൃക്കളും പ്രീതിപ്പെടുത്താൻ വേറെ ഒന്നും വേണ്ട. അതിനല്ലേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൈ നോക്കി പറയുന്നത്, കരാഗ്രവസ്ഥയെ പറഞ്ഞിട്ട് എന്താ പറയുക, കുലദേവതായേ നമ, ഗുരുഭ്യോ നമ, സർവ്വഗുരുക്കന്മാരെ പ്രാർത്ഥിക്കുന്നു, വിനായകരെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നമ്മൾ രാവിലെ കൈ നോക്കി പറയും. അങ്ങനെയുള്ളവർക്ക് സമ്പത്തിന് യാതൊരു കുറവുണ്ടാവില്ല, സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് മാത്രം ചെയ്തിട്ട് വെറുതെ എന്താ പോരാട്ടോ. കാലത്ത് കൈയൊക്കെ നോക്കി പ്രാർത്ഥിച്ച് വെറുതെ കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുലദേവതയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, എല്ലാം നേടും. എല്ലാം നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് സത്യമുള്ളത്. അങ്ങനെയാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ നടക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ പറയും എനിക്ക് നല്ലൊരു ഭർത്താവിന്, സത്യമായിട്ടത് നമ്മുടെ ആഗ്രഹത്തിലുള്ള ഭർത്താവിൻ്റെ പേര് നമ്മൾ മനസ്സിൽ ഓർക്കും. പേരല്ല, രൂപങ്ങളൊക്കെ ഓർക്കും നമ്മൾ. ഇന്ന രീതിയിലുള്ളൊരു ഭർത്താവിനെ എനിക്ക് ലഭിച്ചത് നന്ദി. കാരണം പ്രപഞ്ചത്തിൽ അറിയണ ഈ പ്രകാശം പോലെ നേരെ പോവുക. പ്രപഞ്ചത്തിൽ അറിയണ ചിലർ പറയും എൻ്റെ കടം തീരണ കടം തീരില്ല, കടം കൂടിക്കൊണ്ടിരിക്കും. അതിനോട് പലരും ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ കുടം കൂടുക,
കടന്നു വാക്ക് പറയരുത്, ധനം എന്നേ പറയാവൂ. എനിക്ക് ധാരാളം ധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നാനാ രീതികളിലും എല്ലാ രീതികളിലും ധനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലഭിക്കുന്നതായിട്ട് കാണണം, മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോൾ പണ്ട് കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാറില്ലേ, ഇത് അവിടെ ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ആൾ പോണൊക്കെ ആയിട്ട് ഓർക്കൂലേ എന്നും. ആ പിക്ചർ വരണം, നല്ല കാര്യമുള്ളൂ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുക, അപ്പോൾ എനിക്ക് ആ ജോലി ഇത്ര ശമ്പളത്തിൽ ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഓക്കെ ആവും, നമ്മുടെ കയ്യിൽ വരും. അത് സത്യമാണ്, സത്യമായ കാര്യങ്ങളാണ്. പച്ചമഷിയിൽ 1 to 1 2 എഴുതും. 1 to 1 2 എഴുതുന്നത് എന്തെങ്കിലും കാര്യം നടക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ പറയുന്നത് ഭയങ്കര ചിലവുള്ള ആളാണെങ്കിൽ നമ്മൾ 1 to 1 2 ആൾക്ക് അത് വേണ്ടി വരില്ല, മേടിക്കില്ല. പിന്നെ അതുപോലെ ഒരു കാര്യത്തിന് പോവാം, ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ ഇടത്തെ കയ്യിൽ ഈ വിരൽ മോതിര വിരലുള്ളത് 1 to 1 2 1 to 1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 to 1 2 എന്താ 2 3 3 5 6 ശുക്രനാ. പിന്നെ വേറൊരു സമ്പ്രദായമുണ്ട്, നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഇവിടെ ഈ ശുക്രമണ്ഡലത്തിൽ 24 എഴുതും. 24 എഴുതി കിടക്കുക, കൈയൊക്കെ വൃത്തിയായിട്ട് എഴുതി കിടന്നു കഴിഞ്ഞാൽ എന്താണോ വിചാരിച്ചത് അത് നമുക്ക് പെട്ടെന്ന് നടക്കൂല. 1 to 1 2 എന്നും എഴുതാം, 30 ദിവസമൊന്നും എപ്പോഴും എഴുതാം. എപ്പോൾ എവിടെ പോയാലും നമുക്ക് 1 to 1 2 എഴുതാം, പ്രശ്നമൊന്നും നടക്കൂട്ടോ. അത് കുട്ടികൾ പോലും എഴുതും 1 to 1 2 എഴുതി. ഞാൻ ചെയ്തിട്ടുണ്ട്, നടക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച്, നമ്മൾ വലിയ ആഗ്രഹങ്ങളല്ല, എനിക്ക് കൊട്ടാരം വേണമെന്നൊന്നല്ല, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിചാരിച്ച് നടക്കാറുണ്ട്. പിന്നെ നമുക്ക് സാമ്പത്തികത്തിന് എന്തെങ്കിലും ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇത് എഴുതിയിട്ട് പ്രാർത്ഥിക്കും, അപ്പോൾ നടക്കും. പിന്നെ റേക്കി അല്ലേ, മാനിഫെസ്റ്റേഷൻ റേക്കിയാണ്. റേക്കിയുടെ പെട്ടതാണ് അതൊക്കെ. റേക്കി ജ്യോതിഷം അല്ലാതെ. ഞാൻ റേക്കി മാസ്റ്ററാണ്, കുറേ ശിഷ്യന്മാരൊക്കെ ഉണ്ട് എനിക്ക്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ റേക്കി പെട്ടതാണ്. റേക്കിയിലാണ് മാനിഫെസ്റ്റേഷൻ. അതായത് റേക്കി എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ്, നമ്മൾ രാവിലെ എപ്പോഴായാലും കൈകളിലേക്ക് പ്രപഞ്ചത്തിലെ ഊർജ്ജത്തിനെ നമ്മൾ വരുത്തും. വരുത്തി കഴിയുമ്പോൾ അതിന് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വിറക്കി നല്ല ചൂടാവും. അത് വെച്ചിട്ട് നമുക്ക് പലതും ചെയ്യാം. ഞാൻ ഈ കുട്ടികളൊക്കെ പരീക്ഷിക്കുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റേക്കി ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ പിള്ളേർക്ക് അറിയാം, പക്ഷെ സ്കൂളിൽ ചിലപ്പോൾ മറന്നു പോകും, പരീക്ഷയ്ക്ക് മറന്നു പോകും, അതൊക്കെ മാറും. റേക്കി നല്ല സംഭവമാണ്. ഈ മാനിഫെസ്റ്റേഷൻ റേക്കിയുടെ ഭാഗമാണ്, ജ്യോതിഷം അല്ലാതെ. ഹീലിംഗ് ചെയ്യാറുണ്ട്, ഡിസ്റ്റൻസ് ഹീലിംഗ്. ക്ലയൻ്റൊക്കെ ഉണ്ട്, വരണ്ട, ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാം. അവരുടെ ഫോട്ടോയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ചക്രാസിനൊക്കെ ഹീലിംഗ്, ചക്രമൊക്കെ ബ്ലോക്കായിരിക്കും. നമുക്ക് 7 ചക്രാസ് ഉണ്ട്. മൂലാധാരം ബ്ലോക്കായ ധനം ഉണ്ടാവില്ല, സ്വാധിഷ്ഠാനം ബ്ലോക്കായ നമ്മുടെ ലൈഫൊന്നും ഉണ്ടാവില്ല. മണിപൂര് കഴി ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അനാഹതണി ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും ഇഷ്ടമല്ലേ എന്ന് പറയില്ല ചില ആൾക്കാർ. എന്നെ കണ്ട ആരും മിണ്ടില്ല, അനാഹതം ബ്ലോക്കായിട്ട്. വിശുദ്ധി ബ്ലോക്കായി കഴിഞ്ഞാൽ തൈറോയിഡ് പോലത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ ആജ്ഞാചക്രം ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ആകെ നിരാശയായിരിക്കും. അപ്പോൾ ഇത് ഒന്നും ബ്ലോക്കല്ല, ഒന്നും ബ്ലോക്കാടി ഇങ്ങനെ ഇരിക്കില്ലല്ലോ, ഒന്നും ബ്ലോക്കല്ല. അപ്പോൾ പിന്നെ ചക്രാസ് അങ്ങനെ അറിയില്ല, നമ്മൾ ഹീൽ ചെയ്ത് നോക്കും, ചെക്ക് ചെയ്യണം, ഉപ്പ് വെച്ചിട്ട് ചെക്ക് ചെയ്യും, അപ്പോൾ അറിയാൻ പറ്റും. എനിക്കങ്ങനെ സിദ്ധിയൊന്നുമില്ല, നമ്മളിതൊക്കെ പഠിച്ചു, ദൈവത്തെ പ്രാർത്ഥിക്കണു, ദിവസവും ഉപാസനയുണ്ട്, അത്രയൊക്കെ പൂജയും ഉപാസനയുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. സിദ്ധിയിടൊന്നും ഞാൻ പറയില്ല. എന്തായാലും ഒത്തിരി കാര്യങ്ങൾ അമ്മ പറഞ്ഞു, നന്ദി. നമുക്കിപ്പോൾ ഹീലിങ്ങിനെ പറ്റിയും റേക്കിനെ പറ്റിയും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ സംസാരിക്കാം. താങ്ക് യു.